Hi dear students, ഇന്നത്തെ conjunctions class എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായില്ലേ? Yes, so നമ്മൾ പഠിച്ച conjunctions ഒക്കെ എങ്ങനെ ഓർത്തെടുക്കാമെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിൾ ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ടിപ്പിലൂടെ നമ്മൾ പഠിച്ച conjunctions എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കേ? സോ ബേസിക്കലി conjunctions എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെന്റൻസിന്റെ അകത്ത് ഒരു കണക്ഷൻ കൊണ്ടുവരുന്ന വാക്കുകളെയാണ് നമ്മൾ conjunctions എന്ന് വിളിക്കുന്നത് അല്ലേ? സോ ഇത് പഠിക്കാനുള്ള ടിപ്പിലും നമുക്ക് connect എന്നുള്ള ഒരു വേർഡ് വെച്ച് തുടങ്ങാം. ഓക്കേ? സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ടിപ്പ് ഇതാണ്. കണക്ട് സോബ. എന്താണ്? കണക്ട് സോബ. ഓക്കെ, സോ നമ്മൾ ശോഭ സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ല. അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? SOBA അല്ലേ? അതിന്റെ സ്പെല്ലിംഗ് SOBHA ആണ്, പക്ഷെ നമുക്ക് സോബ മാത്രം മതി. SOBA. എന്താണ്? SOBA. സോ നമ്മുടെ ടിപ്പ് ഇതാണ്, കണക്ട് സോബ. ഒന്നും കൂടി പറഞ്ഞേ, കണക്ട് സോബ. ഓൾറൈറ്റ്. സോ കണക്ട് സോബ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ട് എന്ന് പറയുന്നത് നമ്മൾ കൺജങ്ഷൻസിനെ പറ്റി പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെന്റൻസിൻ്റെ അകത്ത് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. സോ കണക്ട് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻസിനെ പറ്റി പറയുന്ന ഒരു വേർഡാണ്, നമുക്ക് അറിയാം അല്ലേ? സോ കണക്ട് കഴിഞ്ഞിട്ട് പിന്നെ സോബയാണ്. സോബ എന്ന് പറഞ്ഞാൽ എന്താണ്? SOBA ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ച 4 കൺജങ്ഷൻസ് ഓർത്തെടുത്താൽ മതി. സോബ. എസ് എന്ന് പറഞ്ഞാൽ സോ. ഓക്കെ. ഓ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബട്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ആണ്. സോ നമ്മൾ പഠിച്ച 4 കൺജങ്ഷൻസ് ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണിത്. ഓക്കെ, കണക്ട് സോബ. എസ് എന്ന് പറഞ്ഞാൽ സോ, ഓ എന്ന് പറഞ്ഞാൽ ഓർ, ബി എന്ന് പറഞ്ഞാൽ ബട്ട്, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ആണ്. സോ എല്ലാവർക്കും ഓർത്തെടുക്കാൻ എളുപ്പമല്ലേ? ഈ ഒരു ടിപ്പിന് നിങ്ങൾ മറക്കുമോ? ഇല്ല അല്ലേ? സോ ഒന്നും കൂടി എൻ്റെ കൂടെ തന്നെ പറഞ്ഞേ. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേർഡ്സിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അത് ഓർത്തെടുക്കാനായിട്ടുള്ള ടിപ്പ് എന്താണ്? കണക്ട് സോബ. എന്താണ്? കണക്ട് സോബ. കണക്ട് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വാക്കാണ്. സോബയിലുള്ളത് 4 ലെറ്റേഴ്സ് ആണ്. SOBA. S സ്റ്റാൻഡ്സ് ഫോർ സോ, O stands for or, B stands for but and A stands for and. ഈ രീതിയിലായിട്ട് നിങ്ങൾക്ക് കൺജങ്ഷൻസ് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. സോ ഇനി അടുത്ത ടിപ്പ് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? സോ ടിൽ ദെൻ ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്. ബൈ ബൈ.